വയനാട് തിരുനെല്ലിയിൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് മരം മുറിക്കലും കുളം കുഴിക്കലും. കോട്ടക്കൽ എസ്റ്റേറ്റിലാണ് അനധികൃത പ്രവൃത്തികൾ തകൃതിയായി തുടരുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകിയെങ്കിലും തോട്ടമുടമകൾ വകവച്ചിട്ടില്ല. സാധാരണക്കാരന് വേറെ ഒരു നീതി തന്നെയാണ്. ഒരു സൈസ് ഇതാണ്. ഈ വൻകിടക്കാരന് എന്ത് വേണമെങ്കിലും ആകാം. ഇവിടെ ഈ പഞ്ചായത്തിൽ എന്ത് വേണമെങ്കിലും ആകാം. ഇത് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഈ ചെറിയ മരങ്ങളൊന്നും അല്ല. ഏത് സൈസ് മരങ്ങളുണ്ടായിരുന്നത് കുറേ അപ്പുറം ചെന്നറിയാം. ഏത് സൈസ് മരങ്ങളുണ്ടായിരുന്ന തോട്ടമായിരുന്നു. ഇതൊരു പാവപ്പെട്ടവൻ ഒരേക്കറുള്ളവനോ 10 സെൻറ്റ് ഉള്ളവനോ ചെയ്തെങ്കിൽ അവൻ്റെ കുരിശ് തറച്ച് കൊന്നനെ. പനവല്ലിയിലെ കോട്ടക്കൽ എസ്റ്റേറ്റാണിത്. താഴെയുള്ള ആദിവാസി കോളനികളിലേക്ക് വെള്ളമൊഴുകുന്ന നീർച്ചാൽ തടസ്സപ്പെടുത്തിയാണ് ഇവിടെ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. നീർച്ചാൽ തടസ്സപ്പെടുത്തി ഒരു കൂറ്റൻ തടാകം നിർമ്മിക്കുകയാണ്. അടുത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങൾ. ഇതിനായി ഈ മേഖലയിൽ മുറിച്ചത് വൻമരങ്ങൾ. മറ്റൊരു തരത്തിലുള്ള അനുമതിയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കില്ല. പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് കഴിഞ്ഞ 30-ന് സ്റ്റോപ്പ് മെമ്മോ നൽകി. 353/39-40 സർവേ നമ്പറുകളിൽ ഉള്ളതാണ് എസ്റ്റേറ്റ്. പനവല്ലി മുണ്ടുകോട്ടക്കൽ സുജിത് മാത്യു എന്നയാൾക്കാണ് നോട്ടീസ് നൽകിയത്. ദുരന്ത നിവാരണ ചട്ടങ്ങൾ ലംഘിച്ചതായാണ് കണ്ടെത്തൽ. എസ്റ്റേറ്റിലൂടെയുള്ള നീർച്ചാൽ നികത്തപ്പെട്ടതോടെ അടുത്തുള്ള ചെമ്പകമൂല കോളനി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. കുളം കുത്തിയിട്ട് അവർ വെള്ളം തോട്ടത്തിലേക്ക് അടിക്കും. അപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ കുളമൊന്നും ഇത്ര കുളങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുളങ്ങളായിട്ട് വെള്ളം തോട്ടത്തിലേക്ക് അടിക്കുന്ന കൊണ്ട് ഇപ്പോൾ തീരെ അലക്കാൻ കുടിക്കാനൊക്കെ ഒന്നും വെള്ളമില്ല. പ്രദേശത്ത് സംരക്ഷിത മരങ്ങളായ ഈട്ടിയടക്കം മുറിച്ചു കടത്തിയതായി സൂചനയുണ്ട്. സംഭവത്തിൽ വനം വകുപ്പും അന്വേഷണം നടത്തുകയാണ്. 24 വയനാട്.